ഇന്നൊരു ഓർഡർ ഡെലിവറി മിനി വ്ലോഗാണ് കേട്ടോ. എനിക്കൊരു സ്റ്റെൻസിൽ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കലൂരിൽ നിന്നായിരുന്നു ഓർഡർ കിട്ടിയത്. എടപ്പള്ളിയിൽ നിന്ന് കലൂർ അടുത്തല്ലേ, അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനത് നേരിട്ട് കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അത് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷെ അത് നടന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനും അതും കൂടിയിട്ട് മഴക്ക് മുന്നേ ഇറങ്ങിയതായിരുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് പമ്പിൽ കയറി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴ പെയ്തു. അവിടെ നിന്ന് ഒരു കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്തായിരുന്നു മഴ പെയ്തത്. കുറച്ച് നേരം അവിടെ അങ്ങനെ പോസ്റ്റൊക്കെ ആയിരുന്നു. വെറുതെ വണ്ടി തുറന്ന് നോക്കിയപ്പോഴാണ് വണ്ടിക്കകത്ത് റെയിൻകോട്ട് ഉണ്ടായിരുന്നു. അതിനുള്ള റെയിൻകോട്ടും ഞാനുള്ളതുണ്ടായിരുന്നു, എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ബാക്കിലല്ലേ ഇരിക്കണം, അധികം നനയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉള്ള റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് വേഗം പോവാം, 1 കിലോമീറ്ററല്ലേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ റെയിൻകോട്ടൊക്കെ ഇട്ട് ഇറങ്ങിയപ്പോഴേക്കും മഴ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ഫസ്റ്റ് ടൈമായിരുന്നു റെയിൻകോട്ട് ഇടുന്നത്. റെയിൻകോട്ട് ഉമ്മി കൊണ്ടുവന്നായിരുന്നു പുറത്തുനിന്ന് വന്നപ്പോൾ, പക്ഷേ ഇതുവരെ ഇടാൻ പറ്റിയിട്ടുണ്ടായില്ല. അങ്ങനെ ആൾ നമുക്ക് ഓർഡർ ലൊക്കേഷനൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവിടെ എത്തിക്കാനപ്പോൾ ആൾ എടുക്കണുണ്ടായിരുന്നില്ല ഫോൺ. കുറച്ച് നേരം പോസ്റ്റായി, പിന്നെ അതേനെ ആളെടുത്തു. അങ്ങനെ ആളെ കണ്ട് ഞങ്ങൾ ഡെലിവറി ഒക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ കലൂർ വരെ എത്തിയല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് വീട്ടിലും കൂടി പോകാമെന്ന് വിചാരിച്ച്. അതിന് ഇടക്കിടക്ക് വാപ്പിനെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി അവിടെ നിന്ന്. അപ്പോൾ ആ സമയത്തൊന്നും മഴ ഉണ്ടായില്ല കേട്ടോ. ചുമ്മാ ഞങ്ങൾ ഓൾറെഡി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിന് വിശക്കുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് പോണ വഴിക്ക് എനിക്കും ഒരു സ്വീറ്റ് ക്രേവിങ്സ് ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനും അതിനും കൂടി കടയിൽ കയറിയിട്ട് ഒരു കേക്കൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിൽ പോയി. കേക്ക് അപ്പം തന്നെ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് അതിനൊരു അലമ്പായിരുന്നിട്ട് അത് അങ്ങനെ വീട്ടിലെത്തി. അതിന് കഥ പറഞ്ഞുകൊണ്ടിരിക്കണതാണ്. ഡേ കെയറിലെ കഥയൊക്കെ പറഞ്ഞു. ഉമ്മി ഞങ്ങൾക്ക് ചെന്നപാടനെ ഒരു അനാറിൻ്റെ ജ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. നല്ല ജ്യൂസായിരുന്നേ, അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിതേ കേക്ക് കഴിച്ചു. പിന്നെ വീട്ടിലൊരു മൈക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനതേ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് മൈക്കിൽ. അതിനൊരു പാട്ടൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഉമ്മിതായി നമുക്ക് കട്ടൻ ചായയും പിന്നെ എള്ളുണ്ടൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് അതിനെ വിളിച്ചിട്ട് അതിന് വരണുണ്ടായിരുന്നില്ല. നിങ്ങൾ പോയിക്കോ, അതിന് പിന്നെ വന്നോളാം എന്നൊക്കെ ഉള്ള രീതിക്കായിരുന്നു. ലാസ്റ്റ് അവിടെ നിന്ന് എന്തൊക്കെയോ കാണിച്ച് ഞങ്ങൾ കുറച്ച് വണ്ടി മൂവ് ചെയ്തപ്പോഴേക്കും അതിന് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അങ്ങനെ അത്യാവശ്യം ലേറ്റായിട്ടാണ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി വേറൊരു വ്ളോഗായിട്ട് വരാം. ഓക്കെ, ബൈ.